ഗൾഫ് മേഖല ഇപ്പോഴും വലിയ ആശങ്കയിലാണ് തുടരുന്നത്. നമുക്കും അത് ഭീതിയാണ്. നമ്മുടെ എത്ര പ്രിയപ്പെട്ടവരാണ് അവിടെ ജോലിയുമായി ഒറ്റയ്ക്കും കുടുംബസമേതവും കഴിയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. തൽക്കാലം 3 ദിവസത്തേക്ക് UAE വർക്ക് ഫ്രം ഹോം അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഗോപിക സുരേഷ് ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. ഗോപിക, ഇപ്പോൾ അവിടെ വർക്ക് ഫ്രം ഹോം ആക്കിയിരിക്കുകയാണ്, ജോലിയും മറ്റു കാര്യങ്ങളുമൊക്കെ. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? UAE സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണ വിധേയമാണ് എന്ന് വേണം പറയാൻ. UAE ഇതുവരെ 3 പേരാണ് മരിച്ചത്. പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശി സ്വദേശികളാണ് ഇതുവരെ മരിച്ചത്. ഇത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ് വന്നത്. 58 പേർക്കാണ് ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ പരിക്കേറ്റത് എന്നും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വ്യക്തമാക്കുന്നുണ്ട്. 2 ദിവസത്തിനിടെ 541 ഡ്രോണുകളാണ് UAEക്ക് നേരെ എത്തിയത്. ഇതിൽ 311 ഡ്രോണുകൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാനും കഴിഞ്ഞിട്ടുണ്ട്. 165 ബാലിസ്റ്റിക് മിസൈലുകളും 2 ക്രൂയിസ് മിസൈലുകളെയും നേരിട്ടു എന്നാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുവൈറ്റിൽ 32 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് കുവൈറ്റിന്റെ ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. UAEയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പ്രധാനമായും ഗ്ലോബൽ വില്ലേജ് അടക്കം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നത്തേക്ക് കൂടുതൽ ആൾക്കാർ എത്തുന്ന സ്ഥലങ്ങൾ ആണ് ഈ ഗ്ലോബൽ വില്ലേജ് അടക്കമുള്ള ടൂറിസ്റ്റുകൾ അടക്കം കൂടുതൽ പേർ എത്തുന്ന ഒരു സുരക്ഷ കണക്കിലെടുത്താണ് ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് അടക്കം അടച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിന് 3 ദിവസത്തേക്ക് വർക്ക് ഫ്രം ഹോം ആണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് സെക്ടേഴ്സിന് 3 ദിവസം വർക്ക് ഫ്രം ഹോം. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ഇതുവരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ UAE അതിന്റെ ഡിഫൻസ് ശേഷി, എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന മിസൈലുകളും ഡ്രോണുകളും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ UAEയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് അനുഭവിക്കേണ്ടി വരാത്ത ഒരു അവസ്ഥയുള്ളത്. പക്ഷെ അതിനർത്ഥം ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നല്ല. പുറത്തിറങ്ങി നടക്കുന്ന ഒരുപാട് പേരുടെ വീഡിയോയും മറ്റുമൊക്കെ ഇൻസ്റ്റഗ്രാമിലും പല സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നവുമില്ല, മാധ്യമങ്ങൾ ഇങ്ങനെ വലിയ തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നു എന്ന തരത്തിൽ. പക്ഷേ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നൽകുന്ന മുന്നറിയിപ്പുകളും മുൻകരുതലുകളും എല്ലാം തന്നെ പാലിക്കണം ഇവിടെയുള്ള ജനത. ഭയപ്പെടുത്താനല്ല നമ്മൾ വാർത്തകൾ നൽകുന്നത്, ജാഗ്രതയോടെ സുരക്ഷിതരായി ഇരിക്കാനാണ് നമ്മൾ ഈ തരത്തിൽ വാർത്തകൾ നൽകുന്നത്. ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് വാർത്ത കാണുന്ന മലയാളികളൊക്കെ തന്നെ ആശങ്കയിലാണ്. നമ്മൾ ഭയപ്പെടുത്താനല്ല വാർത്ത നൽകുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയ മരിച്ചവരുടെ കണക്കും പരിക്കേറ്റവരുടെ കണക്കും ഒക്കെ തന്നെയാണ് നമ്മൾ വാർത്തയായി പുറത്തേക്ക് നൽകുന്നത്. ഗോപിക, അതുപോലെ തന്നെ അവിടുത്തെ ജനജീവിതത്തിന്റെ നിലവിലെ സാഹചര്യം എന്താണ്? മലയാളികൾ അടക്കം ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. വിമാനങ്ങളടക്കം റദ്ദാക്കിയതോടെ അവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സാഹചര്യം എന്താണ്? 700-ലധികം വിമാനങ്ങളാണ് ഇതിനോടകം റദ്ദാക്കിയത്. നമുക്കറിയാം, ഈ വിമാനത്താവളങ്ങളിലും മറ്റും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്ത്, സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. 20,000-ലധികം യാത്രക്കാരാണ് ഇതുവഴി ബുദ്ധിമുട്ടുന്നത്. പക്ഷേ ഈ യാത്രക്കാർക്ക് താമസ ഭക്ഷണ സൗകര്യങ്ങൾ ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പത്രക്കുറിപ്പും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇനി തുടർന്ന് ഈ വ്യോമപാത ശരിയാവുന്ന രീതിയിൽ ഇത്തരത്തിൽ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റുകളും മറ്റും നൽകി അവരവരുടെ രാജ്യത്തേക്ക് കയറ്റിവിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടുത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട്. ആ തരത്തിൽ യാത്രക്കാരായാലും ഇവിടെ ആ തരത്തിൽ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമില്ല. ഇവിടെ ആ തരത്തിലുള്ള ഗതാഗതത്തിനും മറ്റും ഒന്നും നിയന്ത്രണങ്ങൾ ആ തരത്തിൽ ഇല്ല. പക്ഷെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ദിവസം രാത്രി 12:45 നമ്മളുടെയൊക്കെ ഫോണുകളിലേക്ക് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് അലാംസ് വരുന്നത്. സിവിൽ ഡിഫൻസ് കൃത്യമായ സമയത്ത് മുന്നറിയിപ്പ് നൽകുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ ആ സമയത്ത് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് തകർക്കുന്ന കാഴ്ചയൊക്കെ അതിന്റെ സൗണ്ടുകളും മറ്റുമൊക്കെ കേൾക്കാറുണ്ട്. ആ സമയത്ത് ജനങ്ങൾ റൂമുകളിൽ അവരവരുടെ വാസസ്ഥലങ്ങളിൽ തന്നെ ഇരിക്കാൻ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നത് കൊണ്ടാണ് ഇവിടുത്തെ സിവിൽ ഡിഫൻസിന്റെ കൃത്യമായ കരുതൽ കൊണ്ടാണ് വലിയ തരത്തിലുള്ള അപകടങ്ങളും മരണങ്ങളും ഇല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നത്. ശരി, നന്ദി ഗോപിക സുരേഷ്, ദുബായിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.